Hello everyone. Quantitative ടെക്നിക്സിലെ ഇപ്പോൾ രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടാമത്തെ മൊഡ്യൂളിലെ കോറിലേഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി ഇതിൽ വേറെ വരുന്ന ഭാഗമാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് റിഗ്രഷൻ എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് യു മീൻ ബൈ റിഗ്രഷൻ എന്ന്. റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്റ്റിമേഷൻ ഓർ പ്രിഡിക്ഷൻ ഓഫ് ദി അൺനോൺ വാല്യൂസ് ഓഫ് വൺ വാരിയബിൾ ഫ്രം ദി നോൺ വാല്യൂ ഓഫ് ദി അതർ വാരിയബിൾ. ഇവിടെ നമുക്ക് രണ്ട് വാരിയബിൾസ് ഉണ്ടായിരിക്കും. ഈ രണ്ട് വാരിയബിൾസിൽ ഒരു വാരിയബിൾ നമുക്ക് അറിയുന്ന വാരിയബിൾ ആയിരിക്കും, ഒരെണ്ണം നമുക്ക് അറിയാത്ത വാരിയബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയുന്ന വാരിയബിൾ ഉപയോഗിച്ചുകൊണ്ട് അറിയാത്ത വാരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് പറയുന്ന പേരാണ് റിഗ്രഷൻ എന്നും. എസ്റ്റിമേഷൻ ആൻഡ് പ്രിഡിക്ഷൻ ഓഫ് ദി അൺനോൺ വാല്യൂ. നമുക്ക് അൺനോൺ വാല്യൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തുപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത്? നമുക്ക് നോൺ ആയിട്ടുള്ള അറിയുന്ന വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അൺനോൺ വാരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് പറയുന്ന പേരാണ് റിഗ്രഷൻ എന്നും. ഇനി ഇതിൽ തന്നെ നമുക്ക് രണ്ട് വാരിയബിൾസ് ഉണ്ട്. ഒരെണ്ണമാണ് ഡിപ്പെൻഡൻറ്റ് വാരിയബിളും ഒരെണ്ണം ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും. ഒരെണ്ണം ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ വാരിയബിൾ whose value is influenced or to be predicted is called dependent variable. വാരിയബിൾ ഇൻഫ്ലുവൻസ്ഡ് ആണ് അല്ലെങ്കിൽ അതിനെ പ്രിഡിക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു വാരിയബിളിൻ്റെ വാല്യൂ ആണോ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത് ആ പ്രിഡിക്റ്റ് ചെയ്യുന്ന വാരിയബിളിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എന്ന് പറയാം. ഇനി ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എന്താണെന്ന് നോക്കാം. ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാരിയബിൾ which influence the values is used for the prediction. അതായത് ഏതൊരു വാരിയബിൾ യൂസ് ചെയ്തുകൊണ്ടാണോ മറ്റൊരു വാരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് അതിനെയാണ് നമ്മൾ പറയുന്നതാണ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ. അപ്പോൾ റിഗ്രഷനിൽ നമുക്ക് രണ്ട് വാരിയബിൾസ് ഉണ്ടായിരിക്കും. ഒരെണ്ണം ഡിപ്പെൻഡൻറ്റ് വാരിയബിളും ഒരെണ്ണം ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും ആയിരിക്കും ഉണ്ടായിരിക്കാം. ഇനി ഇതിനെ നമ്മൾ റിഗ്രഷൻ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ട് ഇതായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് ദി നമ്പർ ഓഫ് വാരിയബിൾസ്. വാരിയബിൾസിൻ്റെ നമ്പറിൻ്റെ ബേസിസിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണമാണ് സിമ്പിൾ ആൻഡ് രണ്ടാമത്തെയാണ് മൾട്ടിപ്പിൾ. സിമ്പിൾ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയാം എത്ര എണ്ണം ഉണ്ടായിരിക്കും ഒരു വാരിയബിൾ റിഗ്രഷനിൽ. നമുക്ക് അവിടെ രണ്ട് വാരിയബിൾസ് ആണ് റിഗ്രഷനിൽ ഉണ്ടായിരിക്കുക. where there are only two variables, the regression equation is obtained is called സിമ്പിൾ റിഗ്രഷൻ മെത്തേഡ്. സിമ്പിൾ റിഗ്രഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ട് വാരിയബിൾസ് ഉണ്ടായിരിക്കുക. ഈ രണ്ട് വാരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അതിനെ നമ്മൾ പറയുന്നതാണ് സിമ്പിൾ എന്ന്. അപ്പോൾ മൾട്ടിപ്പിൾ എന്തായിരിക്കും? മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ദാൻ ടു വാരിയബിൾസ്. അവിടെ എന്തുണ്ടായിരിക്കും? മോർ ദാൻ ടു വാരിയബിൾസ് ഉണ്ടായിരിക്കും. ഈ മോർ ദാൻ ടു വാരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? അതിൻ്റെ വാരിയബിൾസിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് വാരിയബിൾസിൻ്റെ ബേസിൽ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്നാണ് പറയുക. സിമ്പിളിൽ രണ്ട് വാരിയബിൾസ് ഉണ്ടായിരിക്കും, മൾട്ടിപ്പിൾ ആണെന്നുണ്ടെങ്കിൽ മോർ ദാൻ ടു വാരിയബിൾസ് ഉണ്ടായിരിക്കും. അതാണ് ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് പ്രപ്പോർഷൻ ഓഫ് ചേഞ്ചസ് ഇൻ ദി വാരിയബിൾസ്. വാരിയബിൾസിൽ ഉണ്ടാകുന്ന ചേഞ്ചസിൻ്റെ പ്രൊപ്പോർഷൻസിൻ്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്ലാസിഫൈ ചെയ്തത് രണ്ടെണ്ണം എന്ന് പറയുന്നത് ഒരെണ്ണം ലീനിയറും മറ്റൊന്ന് പറയുന്നത് നോൺ ലീനിയർ റിഗ്രഷനുമായിട്ടാണ് പറയുന്നത്. ഇനി എന്താണ് ലീനിയറും നോൺ ലീനിയർ എന്ന് നോക്കാം. അതിനേക്കാൾ മുന്നേ നമുക്ക് എന്താ കർവ് ഓഫ് റിഗ്രഷൻ. കർവ് ഓഫ് റിഗ്രഷൻ എന്താണെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് എന്താണ് ലൈനും നോൺ ലീനിയറും ലീനിയറും കണ്ടുപിടിക്കാനായിട്ട്. ഇഫ് ഗിവൻ ബൈവേരിയറ്റ് ഡാറ്റ ആർ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ്, the points so obtained on a scatter diagram will more or less concentrate around the curve is called curve of regression. നമുക്ക് ബൈവാരിയറ്റ് ഡാറ്റ, അതായത് രണ്ട് ഡാറ്റാസ് ഉണ്ടായിരിക്കും. ബൈവാരിയറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു വാരിയബിൾസിൻ്റെ ഡാറ്റ. അത് നമ്മൾ എന്ത് ചെയ്യും? ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്യും. പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോയിന്റ്സ് കിട്ടും. ഒരു സ്കാറ്റർ ഡയഗ്രാം അവിടെയും ഇവിടെയായിട്ട് നമുക്ക് സ്കാറ്റർ ഡയഗ്രാം പോലെ നമുക്ക് എന്തൊരു കിട്ടും? സ്കാറ്റർ ഡയഗ്രാം കിട്ടും. ഈ സ്കാറ്റർ ഡയഗ്രാം എന്തിന് നമുക്കൊരു കർവ് വരയ്ക്കുമ്പോൾ ആ കർവിൻ്റെ അറൗണ്ട് ആയിട്ട് നിൽക്കുന്നത് കാണാം. ലെസ് ഓർ മോർ ആയിട്ട് നമുക്കതിനെ അറൗണ്ട് ചെയ്ത് നിൽക്കുന്നത് കാണാം. ഇതിനെ നമ്മൾ പറയുന്നതാണ് കർവ് ഓഫ് റിഗ്രഷൻ എന്ന്. അപ്പോൾ നമുക്ക് വേറെ ഡാറ്റ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. ഈ പോയിന്റ്സ് എല്ലാം കൂടി നോക്കുമ്പോൾ നമുക്കൊരു സ്കാറ്റർ ഡയഗ്രാം കിട്ടും. സ്കാറ്റർ ഡയഗ്രാം കിട്ടിയത് അതൊരു കർവിൻ്റെ ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവാം. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ അറൗണ്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണാം. ഇതിനെ നമ്മൾ പറയുന്നതാണ് കർവ് ഓഫ് റിഗ്രഷൻ എന്നും. അപ്പോൾ കർവ് ഓഫ് റിഗ്രഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ലീനിയറും നോൺ ലീനിയർ ആണോ എന്ന് കണ്ടുപിടിക്കാം. ഈ റിഗ്രഷൻ കർവ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ലീനിയർ
റിഗ്രഷൻ എന്നും, ദാറ്റ് ഈസ് എ ലീനിയർ റിഗ്രഷൻ എന്നും. സ്ട്രേറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ ആ കർവ് ഓഫ് റിഗ്രഷനിലെ ആ കർവ് സ്ട്രേറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് ലീനിയർ റിഗ്രഷൻ എന്നും. ഇൻ ലീനിയർ റിഗ്രഷനിൽ ചേഞ്ചസ് ഇൻ ഡിപ്പെൻഡന്റ് വാരിയബിൾ ഈസ് പ്രൊപ്പോർഷണൽ ചേഞ്ച് ഇൻ ഇൻഡിപെൻഡന്റ് വാരിയബിൾ. ലീനിയർ റിഗ്രഷനിൽ ഒരു വാരിയബിളിന് ഡിപ്പെൻഡന്റ് വാരിയബിളിന് ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രൊപ്പോർഷൻ ചേഞ്ച് ആർക്കുണ്ടായിരിക്കും? ഇൻഡിപെൻഡന്റ് വാരിയബിളിനും ഉണ്ടായിരിക്കും. ഇനി അടുത്തത് നോൺ ലീനിയർ എന്താണെന്ന് നോക്കാം. നോൺ ലീനിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിഗ്രഷൻ കർവ്, നമ്മൾ പറഞ്ഞു റിഗ്രഷൻ കർവ് എന്താണ്. ഈ റിഗ്രഷൻ കർവ് ഒരു സ്ട്രേറ്റ് ലൈൻ അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റിഗ്രഷന് പറയേണ്ട പേരാണ് നോൺ ലീനിയർ റിഗ്രഷൻ എന്നും. ഇതിൽ പറയുന്നുണ്ട് ഇൻ കേസ് ഓഫ് നോൺ ലീനിയർ റിഗ്രഷൻ ഡിപ്പെൻഡന്റ് വാരിയബിൾ ഡസ് നോട്ട് ചേഞ്ച് ബൈ എ കോൺസ്റ്റന്റ് എമൗണ്ട് ഓഫ് ചേഞ്ചസ് ഇൻ എ ഇൻഡിപെൻഡന്റ് വാരിയബിൾ. ഇൻഡിപെൻഡന്റ് വാരിയബിളിനും അതായത് നമുക്ക് ഡിപ്പെൻഡന്റ് വാരിയബിൾ ഉണ്ടാവുന്ന ചേഞ്ച് ആർക്കും ഉണ്ടാവില്ല? ഇൻഡിപെൻഡന്റ് വാരിയബിളിന് ഉണ്ടായിരിക്കില്ല. പ്രൊപ്പോർഷൻ ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരിക്കില്ല. അങ്ങനെ തന്നെയാണ് നമ്മൾ പറയുന്നതാണ് നോൺ ലീനിയർ റിഗ്രഷൻ എന്നും. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റിഗ്രഷൻ കർവ് സ്ട്രേറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ ലീനിയർ എന്നും, ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രേറ്റ് ലൈൻ അല്ലെങ്കിൽ അതിനെ നോൺ ലീനിയർ എന്നാണ് പറയാം. ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഭാഗമാണ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ്. ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് റിഗ്രഷൻ ലൈൻ എന്ന്. വെൻ ഗിവൻ എ ബൈവാരിയറ്റ് ഡാറ്റ പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ്, നമ്മളൊരു ഗ്രാഫിൽ ബൈവാരിയറ്റ് ഡാറ്റ പ്ലോട്ട് ചെയ്യും. അപ്പോൾ നമുക്കൊരു സ്കാറ്റർ ഡയഗ്രം കിട്ടും. ഈ സ്കാറ്റർ ഡയഗ്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സ്ട്രേറ്റ് ലൈന് ചുറ്റുമാണിത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് എന്ന്. ഇനി റിഗ്രഷൻ ലൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഗ്രാഫിക് ടെക്നിക്കാണ്. ഈ ഗ്രാഫിക് ടെക്നിക് ഉപയോഗിച്ചുകൊണ്ട് ഫങ്ഷണൽ റിലേഷൻഷിപ്പ്, ഡിപ്പെൻഡന്റ് വാരിയബിളും ഇൻഡിപെൻഡന്റ് വാരിയബിളും തമ്മിലുള്ള ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് കാണിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ലൈൻ ഓഫ് ബെസ്റ്റ് ഫിറ്റ് അഥവാ റിഗ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലും അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കാനാണ് മെത്തേഡ്സ്. ഏതൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് റിഗ്രഷൻ ലൈൻ നമ്മൾ വരയ്ക്കാനും. 2 മെത്തേഡുകളാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് എന്നും രണ്ടാമത്തെ എന്ന് പറയുന്നത് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്നാണ് പറയുന്നത്. ഇനി എന്താണ് നമുക്ക് മെത്തേഡ് ഓഫ് ഫ്രീ ഹാൻഡ് കർവ് എന്ന് നോക്കാം. ഇതിൽ പറയണത് ഒറിജിനൽ ഡാറ്റ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. അപ്പോൾ അതിൽ ഇൻഡിപെൻഡൻറ്റ് ഒരു ഗ്രാഫിൽ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസും വേണം. എക്സ് ആക്സിസിൽ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എക്സ് ആക്സിസിലും ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ വൈ ആക്സിസിലാണ് നമ്മൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് നമുക്ക് കുറേ പോയിന്റ്സ് കിട്ടും. എന്നിട്ട് നമ്മൾ സ്കെയിലോ അങ്ങനെ ഒന്നും യൂസ് ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഫ്രീ ഹാൻഡ് കർവ് നമുക്ക് വരയ്ക്കാം. അത് ക്ലിയർലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? അത് ക്ലിയർലി നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒറിജിനൽ ഡാറ്റയുടെ ടെൻഡൻസിയാണ് നമുക്ക് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യാം. അത് ലൈൻ ഈസ് ഫിറ്റഡ് ബൈ ഇൻസ്പെക്ഷൻ വിതൗട്ട് എനി ഫോർമുല. ഇവിടെ ഒരു ഫോർമുലയുടെ ബേസിലൊന്നുമല്ല നമ്മൾ അതിനെ വാലുവേറ്റ് ചെയ്യുന്നത്. എന്തിൻ്റെ ബേസിലാണ്? ജസ്റ്റ് ആ ലൈൻ ഫിറ്റ് ആണോ എന്ന് ജസ്റ്റ് നമ്മളത് ഇൻസ്പെക്ഷൻ വെറുതെ ജസ്റ്റ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാം? അത് നോക്കുക ഫിറ്റ് ആണോ അല്ലെങ്കിൽ കറക്റ്റ് ആണോ എന്നാണ് നോക്കുന്നത്. കാരണം ഇവിടെ എന്ത് ഉപയോഗിക്കുന്നില്ല? ഒരു ഫോർമുലയും നമ്മളിവിടെ യൂസ് ചെയ്യില്ല. ഫ്രീ ഹാൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പ്ലോട്ട് ചെയ്തതെല്ലാം കൂടി നമ്മൾ ഒരു കർവ് അല്ലെങ്കിൽ ഒരു ലൈനായിട്ട് വരയ്ക്കുന്നു. ഇതിന് നമ്മൾ പറയുന്നതാണ് ഫ്രീ ഹാൻഡ് കർവ് മെത്തേഡ് എന്ന്. അടുത്തതാണ് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ എന്ന്. ഇതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് കർവ് ഫിറ്റിംഗ് എന്ന്. ഇത് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിരിക്കും. കാരണം ഇക്വേഷൻ്റെ ബേസിലാണ് നമ്മൾ ഇവിടെ ഈ കർവ് ഫിറ്റിംഗ് നമ്മൾ ചെയ്യാം. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിരിക്കും ഈ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എന്തെങ്കിൽ ഈ സ്ക്വയർ മെത്തേഡിൽ ഡ്രോയിങ് എ റിഗ്രഷൻ ലൈൻ, നമ്മളിവിടെ ഒരു റിഗ്രഷൻ ലൈനാണ് വരയ്ക്കുന്നത്. എന്തുപയോഗിച്ചുകൊണ്ടാണ്? അപ്ലൈയിങ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ദി ലീസ്റ്റ് സ്ക്വയർ. ലീസ്റ്റ് സ്ക്വയറിൻ്റെ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു റിഗ്രഷൻ ലൈൻ വരയ്ക്കും. ഇനി ഈ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻസ് ഓഫ് റിഗ്രഷൻ ലൈൻസിൻ്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയാം. 2 ഇക്വേഷൻസ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുക. അതിൽ ഒരെണ്ണം എക്സ് ഓൺ വൈ അല്ലെങ്കിൽ ഒരെണ്ണം വൈ ഓൺ എക്സ് എന്ന് പറഞ്ഞാൽ 2 റിഗ്രഷൻ ഇക്വേഷൻസ് ആണ് നമുക്ക് ഉണ്ടായിരിക്കാം. ഈ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ. ഡിപ്പെൻഡൻറ്റും ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ തമ്മിലുള്ള മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പാണ് റിഗ്രഷൻ ഇക്വേഷൻസിൽ ഉണ്ടായിരിക്കാം. ഈ റിഗ്രഷൻ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് അല്ലെങ്കിൽ കർവ് ഫിറ്റിംഗ് മെത്തേഡ് നമ്മൾ ചെയ്യുന്നത്. ഇനി എന്താണ് റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻസ് ഓഫ് റിഗ്രഷൻ ലൈൻ വരയ്ക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഇക്വേഷൻസ് ആണ് നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ നമുക്ക് 2 റിഗ്രഷൻ ഇക്വേഷൻസ് ആണ് ഉള്ളത്.
ഒരെണ്ണമാണ് റിഗ്രഷൻ ഇക്വേഷൻ ഓൺ y ഓൺ എക്സും ഒരെണ്ണം റിഗ്രഷൻ ഇക്വേഷൻസ് ഓൺ ദി എക്സ് ഓൺ y. ഈ രണ്ട് റിഗ്രഷൻസ് ആണ് നമുക്ക് ഉള്ളത്. ഇനി ഇതിൻ്റെ ബേസിലുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു എവരിവൺ.